പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പ്രോത്സാഹന തുക വിതരണത്തിന്റെ തത്സമയ സംപ്രേഷണം തിരുവനന്തപുരത്ത് നടന്നു. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണമാണ് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചത്. സെനറ്റ് ഹാളിനുള്ളിൽ സജ്ജീകരിച്ച വിശാലമായ LED സ്ക്രീനിലൂടെ പരിപാടി കാണുവാനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കി. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ എല്ലാവരുടെയും എനർജി രാജ്യത്തിന് ഗുണകരമായി മാറണം എന്നതാണ് പ്രധാനമന്ത്രി ചിന്തിച്ചതെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഓരോരുത്തരും ഏത് മേഖലയിലാണോ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്, ഓരോരുത്തരുടെയും എനർജി ഏത് തരത്തിലാണോ അവർക്കും ഈ രാഷ്ട്രത്തിനും പ്രയോജനപ്പെടേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ ഒരു 11 വർഷമായി നമ്മുടെ യാത്ര. സമൂഹത്തിന്റെ കൂടി പങ്കാളിത്തത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ രാജ്യം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം എന്ന് കഴക്കൂട്ടം MLA വി മുരളീധരൻ പറഞ്ഞു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുക, അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും കാതലായിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക മേഖലയുടെ വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. ഒരു കാലത്ത് ഇന്ത്യ ഫ്രജൈൽ 5 എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു റോളുണ്ട്. ഗവൺമെൻറ് പ്ലേസ് ദ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ. ചടങ്ങിൽ അർഹരായ സംരംഭകർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും EPFOയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.